അനുമോദിക്കുക. കാരണം നിങ്ങളുടെ ആ ത്യാഗ മനോഭാവം രാത്രികാലങ്ങളിൽ 1 മണിക്കും 2 മണിക്കും അസമയത്ത് പോലും സ്ത്രീകൾക്ക് ഈ പണി ചെയ്യുന്നതിൽ ഒരു മടിയും കൂടാതെ എൻ്റെ സഹോദരിമാർ ഈ പണി ചെയ്യുന്നത് കണ്ടിട്ട് നമുക്കറിയാം. വഞ്ചൂരിൽ നിന്ന് രാത്രിയിൽ ഏകദേശം ഒരു 12 മണിക്ക് സമയത്ത് വഞ്ചൂർ പണിയെടുത്തിട്ടുള്ള ജീവനക്കാർക്കറിയാം. ആ കോടതി വളപ്പിൽ നിന്ന് പണി ചെയ്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടത് നമുക്കറിയാം ആയുർവേദ കോളേജിൻ്റെ ഭാഗത്തേക്കാണ്. അപ്പോൾ ഇവർ ഒറ്റയ്ക്ക് നടന്നു പോകുവാനുള്ള ബുദ്ധിമുട്ട് കണ്ട സമയത്ത് മരാമത്ത് കമ്മിറ്റി ചെയർമാൻ്റെ വണ്ടിയിലെ ആ ചൂലും ആ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ആ ഡിക്കിക്കകത്ത് കയറ്റി മേയർ അവിടെ നിന്നുകൊണ്ട് ഇത്രയും ആളുകളെ അതിനകത്ത് കയറ്റിയിട്ട് ഇത് ഇത്രയും ദൂരം നടന്നു പോകണ്ട, ഈ വണ്ടിയിൽ അവിടെ കൊണ്ട് ഇറക്കി കൊടുക്കൂ എന്ന് പറഞ്ഞ് സഹോദരിമാരെ അവിടെ കൊണ്ട് ഇറക്കി കൊടുത്തിട്ടുള്ള അവസ്ഥയും നമ്മൾ കണ്ടറിഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ പ്രവർത്തകരെ സംബന്ധിച്ച്, നമ്മുടെ ജീവനക്കാരെ സംബന്ധിച്ച്, ജീവനക്കാരുടെ കൂടെ നിൽക്കുന്ന ജീവനക്കാരുടെ രാഷ്ട്രീയം നോക്കാതെ, അവരുടെ സംഘടന ഏതൊന്നും നോക്കാതെ, അവർ ചെയ്യുന്ന ജോലിയെ മാത്രം ആകാംക്ഷയോടെ അല്ലെങ്കിൽ സസൂക്ഷ്മം അത് മാത്രം നിരീക്ഷിക്കുന്ന ഒരു ഭരണസമിതിയാണ്. ആ ഭരണസമിതിയുടെ തലപ്പത്തിരിക്കുന്ന മേയർക്ക് നിർബന്ധമുണ്ട്, ഒരാൾ പോലും ഈ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല, ഒരു തരത്തിലുള്ള വിഷമതകളും അനുഭവിക്കാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സമയങ്ങളിൽ പുള്ളി അവസരോചിതമായിട്ട് ബഹുമാന്യായിട്ടുള്ള മേയർ ഇടപെട്ടുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള അനുഭവം നമ്മുടെ ചുരുങ്ങിയ കാലയളവിൽ ഏകദേശം 2 മാസം പിന്നിടുന്ന ഈ ഭരണകൂടത്തിന് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ പ്രവൃത്തി നിങ്ങളും അവിടെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വ ബോധത്തോടെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഭരണസമിതിയാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ഗംഭീരമായിട്ട് വിജയിപ്പിക്കുവാൻ സാധിച്ചത്. ഒരു ജീവനക്കാരെ കുറിച്ചിട്ടും കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ തന്നെ അത്തരം ഒരു പരാമർശമുണ്ടായപ്പോൾ ബഹുമാനിയായിട്ടുള്ള മേയർ, സഭ നിയന്ത്രിക്കുന്ന മേയർ സൂചിപ്പിച്ചു, ഈ നിൽക്കുന്ന മുഴുവൻ ജീവനക്കാരെ കൊണ്ടും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല, അതുമായി ബന്ധപ്പെട്ട് ഒരാളെക്കുറിച്ച് ഒരു പരാതിയും ലഭിച്ചിട്ടില്ല എന്നുള്ളതും, ഒരു പരാതി ഭരണകൂടത്തിലില്ല എന്നതും ആധികാരികമായിട്ട് സഭയിൽ രേഖപ്പെടുത്തുകയുണ്ടായി എന്നുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കണം എന്നുള്ളത് തന്നെയാണ് ബഹുമാനിയായിട്ടുള്ള മേയർ എല്ലാ യോഗങ്ങളിലും പറയാറുള്ളത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള വരുന്ന 5 വർഷക്കാലം ഇതിൽ റിട്ടയർമെൻ്റ് ആയിട്ടുള്ള കുറച്ചാളുകളേ ഉള്ളൂ. ബാക്കി എല്ലാവരുടെയും മുഖം കാണുമ്പോൾ അറിയാം 5 വർഷം ദീർഘനാൾ നമ്മളോടൊപ്പം പ്രവർത്തിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന ആൾക്കാരായി തന്നെ കാണുന്നു. ആ ആളുകളെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അവിടെ JHIമാരെന്നോ HI അല്ലെങ്കിൽ HS എന്നോ HO എന്നോ അല്ലെങ്കിൽ കണ്ടിജന്റ് ജീവനക്കാരെന്നോ തൊണ്ണൂർ മൊഴിയെന്നോ വ്യത്യാസമില്ലാതെ നമ്മളിൽ വിശിഷ്ടമായിട്ടുള്ള ആ ഉത്തരവാദിത്വം പൂർണ്ണ മനസ്സോടുകൂടി, അച്ചടക്കത്തോടുകൂടി നമ്മുടെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, അത് ഞാൻ പല യോഗങ്ങളിലും സൂചിപ്പിക്കാറുള്ളത് പോലെ ദൈവം നമ്മുടെ തലയിലേക്ക് വരച്ചിട്ടുള്ളത് ഇന്ന ഒരു ജോലി ആണ് എങ്കിൽ, ഇപ്പോൾ ജനപ്രതിനിധിയായിട്ട് ഒരു കൗൺസിലറായി പ്രവർത്തിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ആ ജനപ്രതിനിധി ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വ ബോധം, അല്ലെങ്കിൽ ജയിച്ചു കഴിഞ്ഞാൽ മുഴുവൻ ആളുകളെയും ഒരുമിച്ച് ഒരേപോലെ കൊണ്ടുപോകാനുള്ള മനസ്സ്, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന സമയത്ത് കാറ്റഗറികൾ തിരിച്ച് വ്യത്യസ്ത കാഴ്ചപ്പാടോടുകൂടി ആരെയും കാണാതെ എല്ലാവർക്കും തുല്യ നീതി പ്രദാനം ചെയ്യുന്ന ഒരു ഭരണകൂടമായിരിക്കും തിരുവനന്തപുരം നഗരസഭയുടെ അഡ്വക്കേറ്റ് VV രാജേഷ് നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണകൂടമെന്ന് നിങ്ങൾക്ക് ആമുഖമായി തന്നെ ഞാൻ ഉറപ്പ് നൽകുക. ആ ഭരണകൂടം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങളിൽ ഒരാളായിട്ട് തന്നെ മേയറെ നിങ്ങൾക്ക് കാണാം.